അസംബ്ലീസ് ബോർഡ് മലയാളം ഡിസ്ട്രിക്ട് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ആഭിമുഖ്യത്തിൽ മദ്യമയക്ക് മരുന്ന്, ആത്മഹത്യ തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ പ്രചരണ പ്രഘോഷണ യാത്രയാണ് ഇവിടെ ഈ നെടുമ്പാശ്ശേരി ദേശത്ത് ഈ അത്താണിയുടെ ഈ ഒരു കോണിൽ നടത്തപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ താമസിക്കുകയും ഇവിടെ അടുത്തുള്ള കുറുമശ്ശേരിയിൽ താമസിക്കുകയും ഈ ദേശത്തൊക്കെ സുവിശേഷത്തിന്റെ ഒരു പ്രവർത്തകനായി, ഒരു സുവിശേഷ പ്രവർത്തകനായി ഇവിടെ ജീവിക്കുകയും മനുഷ്യന്റെ ഉള്ളിലെ സാമൂഹികമായ അവന്റെ ജീവിതത്തിൽ വരുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നാം എല്ലാവരും തിരിച്ചറിയുന്നത് പോലെ ഇന്ന് മനുഷ്യ സമൂഹം കടന്നുപോകുന്ന പ്രതിസന്ധി മറ്റ് ഏത് കാലഘട്ടത്തെക്കാളും സങ്കീർണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാനവികത മുമ്പ് ഏത് കാലഘട്ടത്തെക്കാളും കടന്നു പോകുന്ന സങ്കീർണമായ പ്രതിസന്ധികൾ പരിഹാരമില്ലാത്തതായി വളരുകയും മനുഷ്യന്റെ ജീവിതത്തിനും പുരോഗതിക്കും നിലനിൽപ്പിനും ഭീഷണിയായി ഉയരുന്ന അനവധി വസ്തുതകൾ നമ്മുടെ സമൂഹത്തിൽ ഉയരും ചെയ്യുന്ന കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥയും അനിശ്ചിതാവസ്ഥയും കെടുകാര്യസ്ഥതയും അഴിമതിയും അക്രമ രാഷ്ട്രീയങ്ങൾ മറ്റിതര പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യവർഗത്തെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ എണ്ണിപ്പറയാൻ കഴിയുമെങ്കിലും മറ്റേത് പ്രശ്നത്തെക്കാൾ അധികമായിട്ട് മനുഷ്യവർഗത്തിന് ഭീഷണിയായി നിലകൊള്ളുന്ന മനുഷ്യന്റെ സമാധാനത്തിനും സ്വൈര്യ ജീവിതത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും മനുഷ്യന്റെ പുരോഗതിക്കും എതിരായി നിലകൊള്ളുന്ന വലിയ പ്രതിസന്ധിയാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. മനുഷ്യനെ അർബുദവ്യാധി പോലെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗം മനുഷ്യനെ ശാരീരികമായി രോഗാതുരനാക്കുകയും മാനസികമായ ഇച്ഛാശക്തിയില്ലാതെ മാനസിക രോഗിയാക്കി മാറ്റി, മനോരോഗിയാക്കി മാറ്റി ഭ്രാന്തിയിലേക്കും സ്ഥിരങ്ങളിലൂടെ വ്യാപിക്കുന്ന സംഭ്രമജനകമായ ഉന്മാദാവസ്ഥയിലേക്കും മനുഷ്യനെ എത്തിച്ചുകൊണ്ട് മനുഷ്യന്റെ നല്ല സ്വഭാവത്തെയും മനുഷ്യന്റെ ഉള്ളിലെ നന്മയെയും ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം വിതയ്ക്കുന്നവനായി മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ, ഇവിടെ വർദ്ധിച്ചു വരുന്ന പീഡന പരമ്പരകളുടെ വാർത്തകൾ നാം പരിശോധിച്ചാൽ, ഇവിടെ നടക്കുന്ന അക്രമ രാഷ്ട്രീയങ്ങളുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ, ഇവിടെ നടക്കുന്ന റോഡപകടങ്ങളുടെ പിന്നിൽ ഉള്ള ലഹരി ഉപയോഗത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, ഇവിടെ നടക്കുന്ന സകലവിധ അത്യാഹിതങ്ങളുടെ മനുഷ്യ സംഭവങ്ങളെയും അരാജകത്വങ്ങളുടെയും അധാർമികതയുടെയും ലൈംഗികമായ അധാർമികതയുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവസാനം ഇങ്ങനെ ഒരു വാക്യം കൂടെ ചേർക്കാറുണ്ട്: ഈ കൃത്യം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നല്ലൊരു ശതമാനവും പ്രതിസന്ധികളുടെ മൂലകാരണം എന്ന് പറയുന്നത് ലഹരിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മദ്യത്തിന്റെയും മറ്റ് ലഹരിയുടെ ആസ്വദിച്ച് അറിഞ്ഞുകൊണ്ട് ജീവിച്ച പഴയ മനുഷ്യനല്ല ഇന്ന് രാസലഹരിയുടെ പുത്തൻ ആശയങ്ങളും പുത്തൻ പ്രവണതകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതുപുത്തൻ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, മൊബൈൽ ആപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ വഴിയും മറ്റിതരമായ നിലയിൽ കച്ചവട കമ്പോളങ്ങൾ സജീവമാക്കുന്ന ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ചും നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചും നാം പരിശോധിച്ചാൽ, പ്രിയമുള്ളവരെ, അതൊക്കെ വലിയ അരാജകത്വത്തിന്റെ അനിശ്ചിതാവസ്ഥയുടെ അനന്തരഫലമായി മനുഷ്യൻ അടിഞ്ഞുകൂടിയിരിക്കുന്ന തിന്മയുടെ, മനുഷ്യന്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഭാവത്തിന്റെ തിന്മയുടെ സ്വഭാവങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചുകൊണ്ട് മനുഷ്യജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്ന എത്രയെത്ര കഥകൾ എണ്ണി പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അങ്ങനെ നിരാശ നിറഞ്ഞ, ആരോഗ്യം നഷ്ടപ്പെട്ടുപോയ, സ്വാധീന ബന്ധങ്ങൾ ഇല്ലാതായ, എല്ലാവരും തള്ളപ്പെട്ടുകൊണ്ട് അസമാധാനത്തിന്റെ ഉടമസ്ഥനായി, തകർന്ന സ്വപ്നങ്ങളുടെ ശില്പികളായി, മോഹഭംഗങ്ങളുടെ കുത്തവകാശികളായി, പാർട്ടി രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷികളായി
ഇന്നത്തെ നാളത്തെ നാണക്കേടുകളായി അധപ്പതിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ, ജീവിതത്തിന്റെ ഒരറ്റം മറ്റൊരറ്റമായി കൂട്ടിമുട്ടിക്കുവാൻ കഠിനകരമായ പ്രവൃത്തി ചെയ്യുന്ന, പ്രയത്നം ചെയ്യുന്ന നല്ലൊരു പങ്കാളികൾ ഇവിടെയുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും, ചോരയെ വിയർപ്പാക്കിയും അധ്വാനിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലെ മക്കൾ ലഹരിയുടെ അടിമകളായെന്ന് തിരിച്ചറിയാതെ അവരുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ പഠനത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായി തീരേണ്ട യുവതലമുറകൾ, പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് അവർ ദൂർത്തടിച്ചുകൊണ്ടും ലഹരി മാഫിയകൾക്ക് പണം നൽകിക്കൊണ്ടും അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന കഥകളാണ് നാളത്തെ നല്ല പൗരന്മാരായി, രാജ്യത്തിന്റെ നല്ല വാഗ്ദാനങ്ങളായി, നമ്മുടെ രാജ്യത്തിന്റെ നല്ല പ്രതീക്ഷകളായി വളരേണ്ട യുവത്വങ്ങൾ, തലമുറകൾ, കൗമാരങ്ങൾ, ബാല്യങ്ങൾ ഇന്ന് ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും വേദനാജനകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നത് സാമാന്യമായി നടക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, സാധാരണ മനസാക്ഷി, സമൂഹ മനസാക്ഷിയിൽ ഇന്ന് ഈ പ്രതിസന്ധികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ പലരും മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമുണ്ട്. ഇതിന് എതിരെ ശബ്ദമുയർത്തുന്ന, ലഹരിക്കെതിരെ പോരാടുന്ന നിരവധി സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ലഹരി വർജന മിഷൻ, വിമുക്തിയുടെ ജീവിതം തന്നെ ലഹരി എന്ന ആപ്തവാക്യം ഉറക്കെ പിടിച്ചുകൊണ്ട് വിമുക്തി എന്ന പേരിൽ നമ്മുടെ സർക്കാരിന്റെ പദ്ധതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസിന്റെ മുൻഗണനയിൽ ഇവിടെ നടക്കുന്ന യോദ്ധാവെന്ന പ്രോഗ്രാം, അതും നമുക്കിതെല്ലാം ഈ ലഹരിക്കെതിരെ നടക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇന്നും നാളെയുമായിട്ട് ഞങ്ങളോടൊപ്പം നമ്മുടെ നാർക്കോട്ടിക് ഇൻസ്പെക്ടർ, നമ്മുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വലിയ വല്ലാത്ത പ്രതിസന്ധിയായി ലഹരി മാറുമ്പോൾ, ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞ ഇത്ര മനുഷ്യരെ രക്ഷിക്കാൻ സർക്കാരുകളും സന്നദ്ധ പ്രവർത്തകരും മതസംഘടനകളും ഒക്കെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാർ ഒരു വശത്ത് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള മാറി മാറി വരുന്ന സർക്കാർ ലഹരി നിർമ്മാർജ്ജനത്തിനുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരു വശത്ത് ഇതേ സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ലഭിക്കുന്നതും ഈ ലഹരിയുടെ വിൽപ്പനയിൽ നിന്നാണ്. അങ്ങനെ ഒരു വശത്ത് ലഹരി നിർമ്മാർജ്ജനവും മറുവശത്ത് ലഹരിയിൽ നിന്ന് ലഭിക്കുന്ന ആ പണവും പിടിച്ചുകൊണ്ട് വളരെ ധാർമ്മികമായ യോഗ്യതയില്ലാതെ നടക്കുന്ന ഇത്തരം പ്രചരണ പരിപാടികൾക്ക് കേവലം സാധ്യതകളോ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനോ ശക്തിയില്ലാതിരിക്കുമ്പോൾ, ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ലഹരി വിമുക്തരാക്കിയ ഒരു മാർഗം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മനുഷ്യനെ ഇതുപോലെ ലഹരി മുക്തി നൽകിയ, മനുഷ്യന് ഇതുപോലെ മാറ്റം നൽകിയ, മനുഷ്യന് ഇതുപോലെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയ, മനുഷ്യൻ ഇതുപോലെ ദൈവികമായ പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച, മുച്ചൂടും മുടിഞ്ഞുകൊണ്ട് ആത്മഹത്യ മാത്രമാണ് ഇനി മുമ്പിൽ എന്ന് വിചാരിക്കുന്ന മനുഷ്യനെ പോലും എല്ലാ നിലയിലും തകർന്നടിഞ്ഞ് ജീവിതത്തിൽ പ്രതീക്ഷയോ സ്വപ്നങ്ങളോ ഇല്ലാതെ, നിറമുള്ള സ്വപ്നങ്ങളെല്ലാം നഷ്ടമായിക്കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ തകർന്നടിഞ്ഞ മനുഷ്യനെ പോലും എല്ലാവരും കൈവിടപ്പെട്ട്, ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, അസമാധാനത്തിന്റെ ഉടമയായി തീർന്നുകൊണ്ട് നിരാശ നിറഞ്ഞ ജീവിതത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ അമർന്നുപോയ ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തി അവന്റെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നൽകി അനുഗ്രഹിച്ച് പരിപാവനമായ ദൈവികമായ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം പരിചയപ്പെടുത്തട്ടെ. അത് മറ്റാരുമല്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അസന്നിഗ്ധമായിട്ട് ഉലകത്തോട് പ്രഖ്യാപിച്ച വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാം. അവിടുന്ന് ലോകത്തിന് വിഭാവനം ചെയ്തത് മനുഷ്യവർഗത്തിന്റെ ലഹരിയുടെ അടിമത്തിൽ നിന്ന് മനുഷ്യന് മോചനം ആവശ്യമാണെങ്കിൽ ഒരൊറ്റ വഴിയിൽ ശാശ്വതമായ ഒരു വഴി മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, വിവിധങ്ങളായ ഡി അഡിക്ഷൻ സെന്ററുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഈ യാത്രയിൽ ഡി അഡിക്ഷൻ സെന്ററുകളിലെ ആളുകളെ സന്ദർശിക്കുകയും അങ്ങനെയുള്ളവരെ അതിലേക്ക് പോകുവാൻ ഞങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനത്തിന് സഹായിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ അസംബ്ലീസ് ബോർഡ് എന്ന സമൂഹത്തിൻ്റെതായി തന്നെ ഈ സമൂഹത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. കൗൺസിലിങ്ങുകളുണ്ട്. ഇത്തരം ഒത്തിരി മാർഗങ്ങൾ ലഹരി വിമുക്തിക്ക് വേണ്ടി, മനുഷ്യന്റെ മാറ്റത്തിന് വേണ്ടി ഇവിടേക്ക് ഉണ്ടെങ്കിലും അതിലെല്ലാം ഉപരിയായിട്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു മാർഗം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. പാപത്തിന്റെ പടുകുഴിയിൽ പാപത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിപ്പാൻ അർഹനായി തീർന്നുകൊണ്ട്, നിരാശ നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയായി തീർന്നുകൊണ്ട്,
ഇനി എനിക്ക് മുമ്പോട്ടും ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തി ദൈവാനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ച് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും അനുഗ്രഹം നൽകി സമാധാനം നൽകി ഒരിക്കലും മനുഷ്യന്റെ പണത്തിനോ അവന്റെ സമ്പാദ്യത്തിനോ അവന്റെ സാങ്കേതികമായ സ്വാധീനങ്ങൾക്കോ സമ്മാനിക്കാൻ കഴിയാത്ത ദൈവിക സമാധാനം അവന്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉടമയാക്കി മാറ്റി, യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി, നല്ലൊരു പൗരനാക്കി മാറ്റി, നല്ലൊരു പിതാവാക്കി മാറ്റി, നല്ലൊരു കുടുംബത്തിലെ മകനാക്കി മാറ്റി, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാക്കി മാറ്റി, നല്ലൊരു ജീവിതത്തിന് ഉടമയാക്കി മാറ്റാൻ കഴിയുന്ന ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തു ഇത്തരം ഈ നിലയിൽ മനുഷ്യനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ശക്തിയുണ്ട് എന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് യേശു വിടുവിക്കുന്നവനാകണം? എന്തുകൊണ്ട് യേശു പാപവിമോചകനാകണം? എന്തുകൊണ്ട് യേശു ലോകരക്ഷകനാകണം? പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തുടങ്ങിയ സാമൂഹ്യ തിന്മയിൽ നിന്ന് യേശു രക്ഷിക്കുന്നു എന്ന് പറയാൻ കാരണം? ഒന്നാമത്, കർത്താവായ യേശു ക്രിസ്തു ഇന്നും ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ രൂപാന്തരപ്പെടുത്തിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി അനുഭവങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ യേശു കർത്താവിനെ പോലെ ആർക്കും കഴിയില്ല. മനുഷ്യനെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മദ്യവിമുക്തി നൽകാൻ, ലഹരി വിമുക്തി നൽകാൻ യേശു ക്രിസ്തു ഇന്നും കഴിയുന്നു. അത് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അനുഭവമാണ്. എന്തുകൊണ്ട് യേശു രക്ഷകനായി തീരണം? മറ്റൊന്ന്, അവിടുത്തെ ചരിത്ര നിയോഗത്തോടുകൂടെ മാനവരക്ഷയ്ക്കായിട്ട് മാനവ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തെ, മാനവ ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിലേക്ക് ചരിത്ര നിയോഗത്തോടെ ഇറങ്ങി വന്ന് ചരിത്രത്തിൽ നടുനായകത്വം വഹിക്കുന്ന ഏതൊരു വ്യക്തിത്വം കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവൻ ലോകത്തിന്റെ രക്ഷകനാണ്, പാപത്തിന്റെ വിമോചകനാണ്, ജീവിതത്തിന്റെ പ്രതിസന്ധി വിടുവിക്കുന്നവനാണ്. അത് മാത്രമല്ല, എന്തുകൊണ്ട് യേശു രക്ഷിക്കുന്നവനാകണം? 2, 3. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു മഹാപാപരഹിതനും പാപനിവാരകനുമായിരുന്നു. ഒരു കുറ്റം ചെയ്യാത്തവന് പൊന്തിയോസ് പീലാത്തോസിന് വിധിക്കപ്പെട്ടിട്ടും മാറി കോടതികളിൽ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചിട്ടും ഒരു കുറ്റം പോലും, ചെറിയ കുറ്റം പോലും, പിഴവ് പോലും കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ച് ശത്രുക്കളുടെ കൂട്ടത്തിന് മുമ്പിൽ അജയ്യനായി നിന്നുകൊണ്ട് മഹാപാപരഹിതനാണെന്ന് ലോകത്തോട് തെളിയിച്ച, അപ്പോൾ തന്നെ ഭാവികളായ മനുഷ്യനെ പരിപാവനമായ പാതയിലേക്ക് കൊണ്ടുവന്ന, സമൂഹം മുഴുവൻ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിച്ചുകൊണ്ടുവന്ന ഭാവനിയായ സ്ത്രീയെ പോലും അവരുടെ പാപങ്ങളെ മോചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന, പാപത്തിന്റെ കൂരിട്ട് നിറഞ്ഞ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവസ്നേഹത്തിന്റെയും ദൈവിക സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രകാശത്തിലേക്ക് വെല്ലുവിളിച്ചത്തേക്ക് നയിക്കാൻ ഈ ഉലകത്തിലെ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു മാർഗമാണ്. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് ലോകത്തിന്റെ രക്ഷകനാകണം? അവൻ മരണത്തിന്റെ, പാപത്തിന്, മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രുവായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത യാഥാർത്ഥ്യമായ മരണത്തെ അതിജീവിച്ച കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളും നേട്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മരണക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തിൽ ഉലകത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അസന്നിഗ്ധമായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അങ്ങനെ മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതം വാഗ്ദാനം ചെയ്യാൻ ഉലകത്തിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മതങ്ങളും വിധങ്ങളും തത്വശാസ്ത്രങ്ങളും ഇവിടുത്തെ ആചാര്യന്മാരും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിനു മുമ്പിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പാപമെന്ന പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന് മുമ്പിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യരെ രൂപാന്തരപ്പെടുത്തി സമാധാനത്തിലേക്കും സന്തോഷം നയിക്കാൻ കഴിയുന്ന ഏകമാർഗം യേശുക്രിസ്തുവിന്റെ മാർഗം. അത് പ്രാപിക്കാൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. വാക്കുകൾ പരിമിതപ്പെട്ടിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് പ്രാപിക്കാൻ പണം മുടക്കേണ്ട കാര്യമില്ല. ഇതിനുവേണ്ടി മലകൾ കയറുകയോ മറ്റ് ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഒരു കാര്യവുമില്ല. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിന് പ്രതീക്ഷയും പ്രത്യാശയും നൽകി എന്റെ രക്ഷകനും കർത്താവുമായിരുന്നു കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ പാപ സ്വഭാവത്തിൽ നിന്ന്, എന്റെ ലഹരിയുടെ അടിമത്തിൽ നിന്ന്, എന്റെ കുടുംബ തകർച്ചയിൽ നിന്ന്, എന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ ഭീഷണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന പക്ഷം അവരായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അവരുടെ ഹൃദയത്തെ നിറച്ച് ആത്മാവെ അവരെ ബലപ്പെടുത്തി ജീവിതത്തിന് സമാധാനവും സന്തോഷവും നൽകാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുന്നതുകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതാനുഭവമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അത്തരം ജീവിതത്തിലേക്ക്, ലഹരി വിമുക്ത ജീവിതത്തിലേക്ക്, പാപവിമുക്തിയുള്ള ജീവിതത്തിലേക്ക്, സമാധാനം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.